മതി അമ്മേ, കുറെ നേരം ആയല്ലോ. മുമ്മു, ഞാനൊരു കാര്യം പറയാം. നീ നിന്റെ വികൃതി ഒന്നും അവിടെ കാണിക്കരുത്. പോകുന്നത് അധികം പരിചയമില്ലാത്ത സ്ഥലമാണെന്ന് ഓർമ്മ വേണം. എന്റെ കൂട്ടുകാരിനെ കാണാൻ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ളതല്ലേ, പിന്നെ എന്താ ഇപ്പോ? മര്യാദയ്ക്ക് അച്ചടക്കത്തോടെ പോണം. പിന്നെ അവിടെ ചെന്നിട്ട് അവളെ കാണുമ്പോൾ എല്ലാം മറന്ന് വെള്ളത്തിലൊന്നും ഇറങ്ങരുത്. നിനക്ക് പെട്ടെന്ന് പനി പിടിക്കുമെന്ന് അറിയാലോ. ഈ അമ്മയുടെ ഒരു കാര്യം അച്ഛനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാവോ അമ്മേനെ? അവള് പോയിട്ട് വരട്ടെന്ന്. ദാ, ഇതിൽ ആവശ്യത്തിന് ഭക്ഷണം വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ. പിന്നെ പോകുന്ന വഴി വെച്ചെന്നാൽ നിനക്ക് കഴിക്കാൻ വേറെയും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചട്ടം കെട്ടാൻ ഞാൻ വല്ലതും പട്ടാള ക്യാമ്പിലോട്ടാണോ പോണേ? പോയിട്ട് സന്ധ്യയ്ക്ക് മുൻപേ എത്തണേ. നോക്കാം. എത്ര നാളെ ഇങ്ങനെ ഒന്ന് അടിച്ചു പൊളിച്ചു പറഞ്ഞിട്ട്. നാനാന 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 നാനാന. എന്താ ഫിഷി, നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലല്ലോ, എന്താ പ്രശ്നം? എന്തു പറയാനാ, കുറച്ച് ദിവസമായി കളിക്കാൻ പോകുന്ന എൻ്റെ അനിയന്മാരിൽ ചിലർ തിരിച്ചു വരുന്നില്ല. ഈ അരുവിയിൽ ഇനി നോക്കാൻ ബാക്കി സ്ഥലമില്ല. എന്താണ് പറ്റിയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഓ അങ്ങനെയാണോ? നീ വിഷമിക്കാതെ, എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് പറയാം. നിന്റെ ബാക്കി അനിയന്മാരൊക്കെ എവിടെ? അവന്മാര് പിന്നെ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആ വെള്ളാരംകുന്നിന്റെ ചോലയിൽ കളിക്കാൻ പോയേക്കുവാ. നീ പേടിക്കാതെ, ഞാൻ നോക്കിയിട്ട് വരാം. നീ അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ. പിള്ളേരെ, നിങ്ങൾ എങ്ങോട്ടേ പോന്നേ? അവിടെ അപകട, അങ്ങോട്ട് പോകരുത്. അതെന്താ? അവിടെ നല്ല ഭക്ഷണത്തിന്റെ മണം വരുന്നുണ്ടല്ലോ, അതാ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഒരാള് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കാണ്. ഓ പിന്നെ, നല്ല ഭക്ഷണം ഒരുക്കിയല്ലേ നമ്മളെ പിടിക്കാൻ വരുന്നേ. ഒന്ന് പോയിക്കേ. ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആശാനെ, ജമ്പാലു ആശാനെ. ഓ നീയായിരുന്നോ? കുറെ നാളായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട്. നല്ല ഉറക്കായിരുന്നല്ലേ? വിശന്നാ പിന്നെ ഉറക്കം വരില്ലേ? എത്രയും സമയമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. വയറാണെ കത്തുന്നു. അത്രയുള്ളോ? അത്രേ ഉള്ളൂന്നോ? നീ ആളെ കളിയാക്കുന്നോ? കളിയാക്കിയതല്ല, കഴിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു തരുമായിരുന്നു. പറ കേക്കട്ടെ. അല്ല, ഞാൻ വരുന്ന വഴിയിലേ ആ വെള്ളാരംകുന്നിലെ ചോലയില്. ഓ, ആ വെള്ളാരംകുന്നിലെ ചോലയിൽ എന്താ? ഒന്ന് പെട്ടെന്ന് പറയുന്നു. ആ വെള്ളാരംകുന്നിലെ ചോലയില് നല്ല മുഴുത്ത മത്സ്യങ്ങളെ നീന്തി കളിക്കുന്ന കണ്ടു. ഇവിടെ ഒന്നും പണ്ട് കാണാത്തവരാ. അതാ ആശാനോട് പറഞ്ഞത്. ഇന്നിനി അവന്മാരെ ആക്കാൻ എന്റെ തീറ്റ. നിന്നോട് തീരാത്ത കടപ്പാടുണ്ട് കേട്ടോ. കടപ്പാടും കൊണ്ട് ഇവിടെ കിടന്ന അവരിപ്പോ സ്ഥലം വിടും. പെട്ടെന്ന് വിട്ടോ. എന്നാ ശരി, പിന്നെ കാണാം. എല്ലാരും തിരിച്ചു വിട്ടോ, ദേ ജമ്പാല് വരുന്നു. ആരാ അവിടെ? ആരാ എന്നെ കുടുക്കിയത്? ആഹാ, എന്നെ പിടിക്കാറായോ നീ? അയ്യോ, അറിയാതെ പറ്റിയതാണേ. ഞാൻ മീൻ പിടിക്കാൻ വന്നതാണേ. ഇനി മേലാൽ ഈ പരിസരത്ത് എന്നെ കണ്ടുപോരുത്. ഇല്ലായേ, ഇനി മേലെ ഞാൻ ചൂണ്ടയിടില്ല. ഇന്നത്തോടെ നിർത്തി.